നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥയായിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നന്ദു അനിയെ ഫോൺ ചെയ്ത് നവീന്റെ വീട്ടുകാര് വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിന് അരി പറഞ്ഞു, നിനക്ക് പറയാൻ മേലായിരുന്നു അവരോട് എന്റെ കാര്യത്തെക്കുറിച്ച്. എടാ, അതെങ്ങനെയും ഞാൻ പറയണത്? നിനക്കറിയാവുന്ന കാര്യമല്ലേ. എനിക്കങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോ? അതും നവീനായിട്ട് ഞാനും അത്ര കൂട്ടായിട്ടിരിക്കുന്നുണ്ട്. എങ്കിൽ ഒരു കാര്യം ചെയ്യ, നീ അവനോടൊപ്പം പോയങ്ങ് താമസിച്ചോ. നീ എന്ത് വർത്താനാ നീ പറയണത്? നിനക്കെന്താ ഒട്ടും ഇതില്ലേ? നവീനണ്ണെ എത്ര പ്രാവശ്യം നമ്മളെ രക്ഷിച്ചിട്ടുള്ള എല്ലാ ആപത്തുകളിൽ നിന്നും, ഒരുമാതിരിപ്പെട്ട എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചിട്ടുള്ള നവീനണ്ണാണ്. എന്നിട്ട് നവീനണ്ണോട് നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? അതാ പറഞ്ഞത്, നീ അവനോടൊപ്പം പോയി ജീവിച്ചോളെ. ദേനി, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നീ എങ്ങാനും എന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെച്ചേക്കില്ലായിരുന്നു പറഞ്ഞു. എടാ, എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനായിട്ടുള്ളതിന് എടി, എങ്കിൽ പിന്നെ എങ്ങനെ എന്ത് കാണണം നീ ഒന്ന് പറഞ്ഞു നാട്ട്. എനിക്കാണ് ഇവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എടാ, ഞാൻ ഓർത്തോ നവീനന്റെ അമ്മ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന്. അവർക്ക് ഇഷ്ടമില്ലാന്ന് കരുതിയിരുന്നല്ലേ. പക്ഷെ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ടേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരി, തൽക്കാലത്തേക്ക് നീ ഫോൺ വെക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദു കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം നവ്യ മോനെയും കൊണ്ട് ഒരുങ്ങി ഹാളിലേക്ക് വരുവാണ്. അപ്പൊ അബി അവിടെ ഇരുന്ന് ലാപ്ടോപ്പിലൊക്കെ നോക്കി ഓരോ ജോലികൾ ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ അബി ചോദിച്ചു, നീ പോകാൻ റെഡിയായോ? അതെ, ഞാൻ ഇറങ്ങും അബി എന്ന് പറഞ്ഞു. അല്ല, നീ പോയിട്ട് ഇന്ന് തന്നെ വരുമോന്ന് ചോദിച്ചു. ഇന്ന് വരത്തില്ല, ഞാൻ പറഞ്ഞില്ലേ നല്ല വീട് കാണുന്ന ചടങ്ങുണ്ടെന്ന്, അപ്പൊ അതിന് പോണം. അപ്പൊ ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വീട്ടിൽ നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ ചെന്ന് കഴിയുമ്പോ നിന്നെ എല്ലാരും കൂടെ ചോദ്യം ചെയ്യത്തില്ലേ? നിന്റെ ചേച്ചും നിന്റെ അനുജത്തിമാരും അമ്മ അച്ഛനും ഒക്കെ ആയിട്ട് നീ എന്താ അടുപ്പം കാണിക്കാത്തെ? അവരോട് കൂടുതൽ മിണ്ടാത്ത എന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതെ, വെല്ലുമ്മയോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് അതിനെക്കുറിച്ചൊന്നും ആരും ചോദിക്കാൻ വന്നേക്കരുതെന്നൊക്കെ വെല്ലുമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലെന്ന്, അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. എടി, എന്നാലും സൂക്ഷിക്കണം കേട്ടോ. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓരോരുത്തരും അതും ഇതൊക്കെ പറയാൻ വഴിയുണ്ട്. നിന്റെ മനസ്സ് മാറ്റിയെടുക്കും ചിലപ്പോൾ അവര്. അങ്ങനെയൊന്നും എന്റെ മനസ്സ് മാറ്റാനായിട്ട് ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞു. അഭി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ എനിക്ക് നല്ല ടെൻഷനാ. അഭി നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുക. അനഘ ഏകദേശം റിക്കവർ ആയി വരുക. ഇനിയിപ്പൊ അവൾക്ക് സുഖമായി വന്നു കഴിയുമ്പോൾ അവളെ കൊണ്ട് മറ്റു പലരും നമ്മളെ രണ്ടുപേരെയും കൂടെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ചിലപ്പോൾ ശ്രമിക്കും. അഭി മുൻകൂർ ഒന്ന് എറിയുവാണ്. കാരണം അനഘ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണമെന്നുള്ള കാര്യം അഭിക്കറിയാം. അപ്പൊ അത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവിടെ തന്നെ അവിശ്വസിക്കരുത് നവ്യ. പക്ഷെ നവ്യ എല്ലാ കാര്യങ്ങളും പണ്ടേ അറിഞ്ഞാന്നുള്ള കാര്യം അഭിക്കറിയല്ലോ. അഭി പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. എടാ അഭി, നീ എന്തിനാ പേടിക്കണേ? ഇനിയിപ്പൊ ആനൊക്കെ നേരിട്ട് വന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ അവിശ്വസിക്കില്ല. എനിക്ക് നിന്നെ അത്ര വിശ്വാസമാണ്. കാരണം ഈ എല്ലാവരും എന്നെ, ഈ കുടുംബത്തിൽ ഉൾപ്പെടെ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് താങ്ങായും തണലുമായിട്ട് നിന്നവനാ നീയ. അതുകൊണ്ട് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമാണ്. എനിക്ക് നീ മതി. അറിയാലോ, പിന്നെ നമ്മൾ ആരുടെയും ചെലവിലൊന്നും അല്ല ഇപ്പൊ കഴിയുന്ന, മറ്റുള്ളവരുടെ ചെലവിലല്ല. അന്തസ്സായിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാ. ഇപ്പൊ ഞാൻ ജ്വല്ലറിക്കാരുടെ ശമ്പളക്കാരിയാ. ഇപ്പൊ അവിടേക്ക് പോയാലും ആരെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ധൈര്യപൂർവ്വം തല ഉയർത്തിപ്പിടിച്ച് നിന്ന് കാര്യങ്ങൾ പറയാം. എനിക്കിപ്പൊ ശമ്പളമുണ്ട്. ശരിയാ, നീ വലിയ മോഡലാണല്ലോ അല്ലേ? അതെ. എടാ, എങ്ങനെയുണ്ട്, കൊള്ളാവെന്ന് ചോദിച്ചു. കൊള്ളാം. അല്ല, ഈ ലുക്ക്, എടാ നീ എവിടെ പോയാലും അവിടെ ചെന്ന് നീ സ്റ്റാർ ആയിട്ട് മാറുമല്ലേ? കാരണം നിന്നെ കാണാൻ നല്ല സുന്ദരിയല്ലേ എന്നൊക്കെ ചോദിച്ചു നവ്യ എന്ന് പുകഴ്ത്തി വിടുന്നുണ്ട്. അത് കേട്ടപ്പോൾ നവ്യ അങ്ങോട്ട് സുഖിച്ചെന്ന മട്ടി നിന്നിട്ട് പറഞ്ഞു, അതെനിക്കറിയാം ഞാൻ സുന്ദരിയാന്ന്, എന്നാൽ നിന്നോടൊന്ന് അഭിപ്രായം ചോദിക്കണമല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു നവ്യ മോനോട് പറഞ്ഞു, മോനെ അച്ഛനൊരു ഉമ്മ കൊടുക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ മോനെ കൊണ്ട് ഉമ്മയൊക്കെ കൊടുപ്പിച്ച് അഭി മോനെ ചേർത്തോട് ചുമ്മാ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞു വിടുന്നത്. നവ്യ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അഭി മനസ്സിൽ പറഞ്ഞു, ഇതുപോലെ ഇവളെ പോലെ ഒരു മണ്ടിയായ ഭാര്യയെ കിട്ടിയതാ തന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലെ താൻ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ അഭിക്ക് അറിയില്ലല്ലോ നവ്യ അതീവ ബുദ്ധിമതിയാന്നുള്ള കാര്യങ്ങളൊന്നും. പിന്നീട് ആദർശം നയനയും കൂടെ റെഡിയായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആദർശം നയനയോട് പറഞ്ഞു, ഇന്ന് മുഖത്ത് ഭയങ്കര സന്തോഷമാണല്ലോ. സ്വന്തം വീട്ടിൽ പോകുന്നതിന്റെ ആയിരിക്കില്ലേ? അത് പിന്നെ എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാ. സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം കാണും. അത് മാത്രമല്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, നവ്യേച്ചിയും കൊണ്ടല്ല നമ്മൾ അവിടേക്ക് ചെല്ലുന്നേ. അച്ഛനും അമ്മയ്ക്കൊക്കെ നവ്യേച്ചിയുടെ കാര്യം അറിഞ്ഞും ഭയങ്കര സന്തോഷവും. അത് ശരിയാ, കാരണം അവർ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന കാര്യല്ലേ. അത് ശരിയാ ആദർശേട്ടാ, ഒത്തിരി ആഗ്രഹിച്ചിരുന്ന കാര്യം. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇനി നവ്യയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അവളെ നമ്മൾ സംരക്ഷിക്കണം. അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ വേണം നോക്കാനായിട്ട്. അത് പിന്നെ
ആദർശേട്ടൻ പറഞ്ഞില്ലേലും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് നയന പറഞ്ഞു. കാരണം നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗമൊക്കെ സഹിച്ച് ഇവിടം വരെ ചേച്ചി, എനിക്കിതിപ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് ശരിയാ. പിന്നെ അബി എന്ന് പറയുന്നവനുണ്ടല്ലോ, അവനെ വെറുതെ വിടാനും പാടില്ല. നയന പറഞ്ഞു, അവന് കിട്ടേണ്ട ശിക്ഷ തന്നെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആദർശേട്ടാ, അവനിത് അർഹിക്കുന്നുണ്ട്. ഇനി കൊടുക്കാൻ പോകുന്നുള്ളേ ഉള്ളൂ. അവനും അതെ, അവന്റെ അമ്മയ്ക്കും അതേന്ന് പറഞ്ഞു. അങ്ങനെ താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ ചോദിച്ചു, രണ്ടുപേരും റെഡിയായോ എന്ന് ചോദിച്ചു. അല്ല, ഒരാളിപ്പോ അങ്ങോട്ട് പോയതോടും നവ്യ. അത് നവ്യേച്ചേ കുറച്ച് അപ്പുറത്ത് മാറി ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കും അമ്മയെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെയ്യുന്നിട്ട് പോകത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ രണ്ടുപേർക്ക് കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അതെ അമ്മേ, അവരറിഞ്ഞു കഴിയുമ്പോഴാണ് നെഞ്ചു പൊട്ടി കിടന്ന് കരയണേ. നവ്യേച്ചി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഇനിയിപ്പോ എങ്ങാനും എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞിട്ട് പോയതാന്ന് അവർക്ക് തോന്നിയാലോ? ഒരിക്കലും ഇല്ല. ഈ പറയുന്ന വല്യമ്മയുടെ നമ്പരും കാര്യങ്ങളൊന്നും ഇവിടെ വേറെ ആർക്കും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഈ പറയണേ അബിക്കും അബിയുടെ അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായിരിക്കും നവ്യേച്ചി 2 ദിവസം ഇവിടെ ഇല്ലെങ്കിൽ. നവ്യേച്ചി എങ്ങനെയെങ്കിലും പോണമെന്ന് കരുതി പ്രാർത്ഥിച്ചിട്ടുകൊണ്ടിരിക്കുന്നവരാണല്ലോ അവര്. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലൊരു ഭയം വേണ്ട. ഇനിയിപ്പോ സത്യമാണോ കള്ളത്തരമാണോ കല്യാണം എന്നൊന്നും അവരന്വേഷിക്കാൻ പോകുന്നില്ല. അല്ല, മോൾ ഇന്ന് വരുമോന്ന് ചോദിച്ചു. ഞാനിന്ന് വരത്തില്ലമ്മേ. ആദർശ് പറഞ്ഞു, ഞാൻ വരുമേ, ഇവളൊന്നും വരത്തില്ല. കാരണം എല്ലാരും കൂടെ കൂടുന്നല്ലേ. അല്ല, മോള് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞായിരുന്നോ നവ്യ വരുന്നുണ്ടെന്ന്? ഇല്ല, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബിയും ജലജയും കൂടെ ഇറങ്ങി വരുന്നുണ്ട്. വരുന്നുണ്ട് രണ്ടുപേരെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ജലജ നയനെയൊന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, ഓ വല്യമ്മയുടെ മോളുടെ കല്യാണത്തിന് പോവായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നവ്യ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ട് ഇനിയിപ്പോ ദേവേനി പറഞ്ഞു, അല്ല ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോ വല്ല പ്രശ്നമാവുമോ മോളെ? നയന പറഞ്ഞു, അവിടെ ചെന്നുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മ എന്താണെങ്കിലും ചേച്ചിയുടെ കർണത്തടിക്കും, അത് ഉറപ്പാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജ പറഞ്ഞു, പിന്നെ എന്റെ മരുമോള് വെറുതെ ഇരിക്കാൻ പോകുന്നൊന്നുമില്ല. നയന പറഞ്ഞു, ചേച്ചിയുടെ സ്വഭാവം അറിയാലോ, ചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞ് വഴക്കിട്ടുകൊണ്ട് വന്ന അമ്മയാ ക്ഷമിക്കാനും പോകുന്നില്ല. അതേ മോളെ, എന്റെ മോള് വഴക്കിനൊന്നും പോയേക്കല്ലോ കേട്ടോ എന്ന് നയനെ ഉപദേശിക്കുകയാണ് ദേവേനി. ഇല്ലമ്മേ, ഞാൻ വഴക്കടിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അതിന് നവ്യ വഴക്കിനൊന്നും വരില്ലായിരിക്കും എന്ന് പറഞ്ഞു. വഴക്കിന് വരാതിരുന്നിട്ടുണ്ട് അവൾക്ക് കൊള്ളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശിനോട് ജലജ ചോദിച്ചു, അല്ല നീയും കല്യാണത്തിന് പോവാണോന്ന് ചോദിച്ചു. ഞാന് ഇവിടെ അവിടെ വരെ കൊണ്ടുവിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. എങ്കിൽ ശരിയുമേ, ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ദേവേനയുടെ യാത്ര പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി. അവര് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, നവ്യയുടെ വീട്ടുകാരുടെ താല്പര്യം ഇല്ലെങ്കിലും ഈ പറയുന്ന വല്യമ്മയെ കുറിച്ച് പറയുമ്പോൾ അവൾക്ക് 100 നാവാ, വല്യമ്മയെ ഇഷ്ടമാ, അതുകൊണ്ടാണ് അവൾ ആ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ദേവേന് പറഞ്ഞു, ഇനി അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്രശ്നം ആവാതിരുന്നാ മതിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അത് പിന്നെ നവ്യൊന്നും പറയില്ലായിരിക്കും നവ്യയോട്. എടാ, അവളോട് എങ്ങനെ പറയാതിരിക്കും? അവളുടെ അമ്മയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. നവ്യയുടെ സ്വഭാവം കണ്ടു കഴിയുമ്പോൾ അവർക്ക് ദേഷ്യം വരും. ചിലപ്പോ 1ഉം 2ഉം പറഞ്ഞെന്നിരിക്കും. അല്ല പിന്നെ അത് പിന്നെ വല്യമ്മേ, നവ്യ എന്താടാ നവ്യക്ക്, അല്ല നീ എന്താ പോവാത്തെന്ന് ചോദിച്ചു കല്യാണത്തിന്. ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവർക്കൊക്കെ സത്യങ്ങളൊക്കെ അറിയാലോ, നന്ദുവിനും നന്ദുവിന്റെ അമ്മയ്ക്കും ഒക്കെ. അപ്പൊ പിന്നെ അവർ ഓരോന്നും ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യും. എടാ ചോദിക്കട്ടെ, പറയട്ടെ, നീ ചെയ്ത തെറ്റിന്റെ വിഴുപ്പാടാ എന്റെ മോൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. എന്നിട്ട് നീ നല്ലപിള്ള ചമഞ്ഞ് നടക്കുമല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ല അമ്മായി, മിണ്ടരുത് നീ. എടാ, ഇത്രയും കാലം നീ കാണിച്ചു കൂട്ടിയതൊക്കെ ശരി, പക്ഷെ ഇനി അങ്ങോട്ടുണ്ടല്ലോ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അയ്യോ ഏട്ടത്തി, ഞാൻ ഇവനിപ്പോ സപ്പോർട്ട് പോലും ചെയ്യുന്നില്ല. കുറച്ചു നാൾ മുമ്പ് അവരെന്നെ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ഇവനെ, പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇവൻ നശിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവല്ലേ. അതിന് കാരണക്കാരനായിട്ട് ഒരുത്തനെ കൂടെ കൂട്ടിയിട്ടുണ്ടല്ലോ. നാഗേന്ദ്രനെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. അപ്പോഴേക്കും ദേവേനു പറഞ്ഞു, അത് ശരിയാ. ജലജ പറഞ്ഞു, ഇവനിനി അയാളെ കാണാൻ പോവോ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ? അയ്യോ അമ്മേ, സത്യമായിട്ട് ഞാൻ കാണാൻ പോവില്ല, അച്ഛനെ കാണാൻ പോകത്തില്ല. ഇത് കേട്ടപ്പോ ദേവേനു പറഞ്ഞു, എങ്കിൽ ജലജ നീ സൂക്ഷിച്ചോ, കാണാൻ പോവില്ല എന്ന് ഇവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവൻ കാണാൻ പോയിരിക്കും. ഇവന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞു. ജലജ അത് കേട്ടിഞ്ഞപ്പോ രൂക്ഷമായിട്ട് അബിയുടെ നേർക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കുന്നത് നിനക്കറിയാലോ. അയാളെപ്പോലൊരു ദുഷ്ടനെ നീ കാണാൻ പോയെന്നറിഞ്ഞാല്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, ഇവന്റെ സ്വഭാവമല്ലേ, ഇവൻ അതൊക്കെ ചെയ്യും. നീയും കണക്കാ, നിന്റെ മോനും കണക്കാന്നും പറഞ്ഞ് ദേവേനി അങ്ങോട്ട് പോയി. അബി പറഞ്ഞു, കണ്ടില്ലേമ്മ അവരൊക്കെ പറയുന്നേ, എന്താടാ അവര് പറഞ്ഞതിൽ തെറ്റ്? നീയല്ല കാരണക്കാരൻ. എടാ,
അയാളെപ്പോലൊരു ദുഷ്ടനെ നീ കാണാൻ പോയെന്ന് അറിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. അയാളെക്കുറിച്ച് നിനക്ക് അറിയത്തില്ലാത്തോണ്ട മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകാനായിട്ടുള്ള കാരണം നീയായിട്ട് ഉണ്ടാക്കരുത്. പിന്നെ നിനക്കോ നാശമായിരിക്കും സംഭവിക്കാൻ പോന്നെ. അതും പറഞ്ഞുകൊണ്ട് ജലജ വെട്ടിത്തിരിഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അഭിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് നന്ദും അതുപോലെ തന്നെ കനകയൊക്കെ ടെൻഷനിലായിരുന്നു. ആരായിരിക്കും വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് അറിയത്തില്ല. നന്ദു പറഞ്ഞു ഒരു ഐഡിയ ഇല്ല അമ്മയെന്ന് പറഞ്ഞു. കനക പറഞ്ഞു അത് ശരിയാ, ഇനിയിപ്പൊ അനികയും മോളുവാണോ ചന്തുമോളുവാണോ, ചിലപ്പോ അങ്ങനെയായിരിക്കും. അതിനാവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അല്ല അനകമോള് നടക്കാൻ തുടങ്ങിയെന്നല്ലേ നയനമോള് പറഞ്ഞ? അതേ അമ്മ നടക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അല്ല ഇനിയെങ്കിലും നവ്യ സത്യങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു. അത് ഈ ജന്മത്തിലുണ്ടാവും തോന്നില്ലമ്മേന്ന് നന്ദു പറഞ്ഞു. കാരണം നവ്യേച്ചിക്ക് മനസ്സിലാകാനാണെങ്കിൽ തിരിച്ചറിയാനാണെങ്കിൽ പണ്ടേ മനസ്സിലാക്കായിരുന്നു. പക്ഷെ നവ്യേച്ചി തിരിച്ചറിഞ്ഞിട്ടില്ലല്ലോ. അല്ല മോളെ, അതിനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ? അമ്മേ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നവ്യേച്ചി അതിനൊക്കെ തയ്യാറാവുന്നുണ്ടോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? നവ്യേച്ചിക്ക് അഭിയെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അനങ്കി ഇനിയിപ്പോ നേരിട്ട് എന്ന് പറഞ്ഞാലും നവ്യേച്ചി വിശ്വസിക്കും തോന്നില്ല. നവ്യേച്ചിയുടെ സ്വഭാവം അതെ. എന്ത് ചെയ്യാൻ എന്റെ മോളെ എന്നൊക്കെ കനക പറഞ്ഞ് ആകെപ്പാടെ വേവലാതിപ്പെടുവാണ്. അതേ സമയത്ത് നവ്യയുടെ അടുത്തേക്ക് ആദർശം നയനയും കൂടെ വന്നു. കേറാൻ പറഞ്ഞു. അപ്പൊ നവ്യ പകുതി വഴിക്ക് വന്നിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നവ്യ കയറി കഴിഞ്ഞപ്പത്തിനും ആദർശം ചോദിച്ചു, അഭിക്ക് സംശയമൊന്നും തോന്നിയിട്ടില്ലോ? ഇല്ല, ആ രീതിയിലാണ് ഞാൻ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചേ. നയന പറഞ്ഞു, നമ്മളെല്ലാം ചെന്ന് കഴിയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ ചെല്ലുമെന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, നവ്യ ചെല്ലുമെന്ന് അവർക്ക് അറിയില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ഇന്നിപ്പം അഭിക്ക് സന്തോഷം തന്നെയായിരിക്കും. നവ്യ വീട്ടിലില്ലാത്തോണ്ട് അതെനിക്കറിയാം. അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്ന. അല്ല ഇനി തിരിച്ചു പോകുന്നില്ലോ? ഇല്ല. നിങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച് കൂടിയ ദിവസമല്ലേ, അപ്പൊ എല്ലാരും കൂടെ ഒരു ദിവസം അങ്ങോട്ട് അടിച്ചു പൊളിക്കുക, എന്നിട്ട് വന്നാ മതി എന്നൊക്കെ പറഞ്ഞു. നവ്യയ്ക്ക് നയനിക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ ഒത്തുകൂടാനായിട്ട് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ അക്ഷമയോടെ കാത്തു നിൽക്കുവാണ് കനകയും ഗോവിന്ദനും നന്ദുവൊക്കെ. ആരാ വരുന്നതെന്ന് അറിയില്ല. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, എന്താണെങ്കിലും ഇപ്പൊ തന്നെ അവര് വരൂല, അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ കനകയെന്ന് പറഞ്ഞു. എന്നാലും ഇനിയിപ്പൊ ആരായിരിക്കും ഇതുപോലെ ഒരു ദിവസം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കയറി വന്നില്ലേ നയനമള്ള, ഇനിയിപ്പൊ അങ്ങനെ അവരാരെങ്കിലും ആണോ? അവരാ വഴിയില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാറ് വന്നു നിന്നു. കാരണത്തുനിന്ന് നയനെ ആദർശം കൂടെ കയറി വരുവാണ്. ഗസ്റ്റ് ഉണ്ടോന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും തനിച്ചുള്ളല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നപ്പോ കനക ചോദിച്ചു, മോളെ ആരാണ്ട് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ ആദർശം പറഞ്ഞു, അതെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാ, നിങ്ങൾ നട തള്ളിയ ഒരാളാന്ന് പറഞ്ഞു. നട തള്ളിയതോ? ഒന്നും മനസ്സിലായില്ല അവർക്ക്. അപ്പോഴാണ് കാറിനകത്തുനിന്ന് നവ്യ മോനെയും കൊണ്ട് ഇറങ്ങിയത്. നവ്യയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് ദേഷ്യം. ഇവളായിരുന്നോ? ഇവൾ എന്ത് കാണിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നേ? സ്വസ്ഥത സമാധാനം കിടത്താൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ഈ ചേച്ചിയും കൂട്ടിക്കൊണ്ട് എന്തിനാ വന്നേന്ന് ചോദിച്ചു. കാരണം നവ്യ വന്നിട്ടുണ്ട്, വഴക്കുണ്ടാക്കുമെന്ന് അറിയാം. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവ്യയും കുഞ്ഞും കൂടെ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. അതെ നന്ദു, ഇടയ്ക്ക് എനിക്ക് അൺനോൺ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ ഒരു നമ്പറിൽ നിന്ന്. അത് നമിതയുടെ നമ്പറിൽ നിന്നായിരുന്നു. നമിതയെ കൊണ്ട് അങ്ങനെ മെസ്സേജ് ഒക്കെ അയപ്പിച്ച് എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന ആരാന്നറിയാവോ? ഈ നിൽക്കുന്ന നവ്യാന്ന് പറഞ്ഞു. നന്ദുവിനത് വിശ്വസിക്കാൻ പറ്റിയില്ല. നവ്യേച്ചിയോ? അതെ. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ നവ്യേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ അന്ന് പോയി പറഞ്ഞില്ലേ നവ്യേച്ചിയുടെ കാര്യങ്ങള്, ചന്തുമോള് അബിയുടെ കുഞ്ഞാന്നുള്ള കാര്യം. പക്ഷെ അന്ന് പോയ നവ്യേച്ചി 3-4 ദിവസങ്ങൾക്കുള്ളിൽ ആ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷേങ്കില് അബിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും AN ജ്വല്ലറിക്ക് പോയി അവിടുത്തെ മോഡലായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അവനോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോവിന്ദൻ ചോദിച്ചു, ഇതൊക്കെ വിശ്വസിക്കാവോ മോളെന്ന് ചോദിച്ചു. നവ്യ പറഞ്ഞു, വിശ്വസിക്കാന്ന് പറഞ്ഞു. കനയ്ക്ക് സന്തോഷമായി. എന്നാലും എൻ്റെ മോളെ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മേ, ആ അബിക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് എനിക്ക് തോന്നി. അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, പിന്നെ സത്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുപിടിക്കുകയോ ചെയ്തേന്ന് പറഞ്ഞു. നമ്പി ഞങ്ങളോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതോടെ കേട്ടിഞ്ഞിപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. അപ്പോഴേക്കും കനക മോനെ മേടിച്ച് കൊഞ്ചിക്കുവാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു, അതെ ഇവർക്ക് എന്തെങ്കിലും കഴിക്കാനും കുടിക്കാനും ഒക്കെ എടുത്തു കൊടുക്കുക. ആദർശ് പറഞ്ഞു, വേണ്ട ഞാൻ പോയേക്കുക. അങ്ങനെ പോകാൻ പറ്റില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി, എല്ലാവരും കൂടെ കൂടിയ ദിവസമല്ലേ. അങ്ങനെ ഗോവിന്ദ കുഞ്ഞിനെ വാങ്ങി നിങ്ങളകത്തേക്ക് എല്ലാം പറഞ്ഞു. കനക അതൊക്കെ എടുക്കാൻ പോയ സമയത്ത് നന്ദു പറഞ്ഞു, എന്നാലും എൻ്റെ ചേച്ചിയെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പറഞ്ഞു. അത് പിന്നെ അങ്ങനെ ഒരു സാഹചര്യമായിപ്പോയി, അതുകൊണ്ടാ. അല്ല ചേച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഉണ്ടുണ്ട്.
അന്ന് ആ അബിയെ കൊണ്ട് ഇടിച്ചില്ലേ, അന്ന് അവന്റെ വാരിയിൽ ഒടിച്ചു വിടണ്ടായിരുന്നു, അത് ഒടിക്കാത്തതിന്റെ ഒരു ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും നന്ദു ചിരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അനിയുടെ കോള് വന്നു. അനി ചോദിച്ചു അവരെവിടെ എത്തിയെന്ന് ചോദിച്ചു, ആദർശേട്ടൻ നയനേച്ചിയൊക്കെ. എടാ അപ്പൊ നിനക്ക് ഈ കാര്യം അറിയായിരുന്നോ എന്ന് ചോദിച്ചു. പിന്നല്ലാതെ, ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ചല്ലേ പ്ലാൻ ചെയ്തേ. പിന്നെ അറിയത്തില്ലാത്ത 3 പേരെന്ന് പറഞ്ഞ അവന്തിക്ക്, അബി, പിന്നെ അബിയുടെ അമ്മയാന്ന് പറഞ്ഞു. ആഹാ, എന്നിട്ട് നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലേ. എടി, ഇതൊക്കെ സർപ്രൈസ് അല്ലേ, അപ്പൊ നിന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണോ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ നവ്യയും കൂടെ കയറി വരുന്നത്. പെട്ടെന്ന് നന്ദു കോള് കട്ട് ചെയ്തു. നവ്യ എന്നിട്ട് നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? അത് പിന്നെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേനും സത്യം പറ, ആരോടാ? അതെ, സ്റ്റേഷനിൽ നിന്ന് വിളിച്ചാന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ നിന്നോ? അല്ലല്ലോ, ആ ഫോണും കൊണ്ടുവന്നെന്ന് പറഞ്ഞ് ഫോൺ പിടിച്ചു വാങ്ങി. നോക്കിക്കഴിഞ്ഞപ്പോ അനിത. ആരടി അനിത? അത് എൻ്റെ ഒരു ഫ്രണ്ടാന്ന് പറഞ്ഞു. നയന പറഞ്ഞ ആ ഫോണും വന്ന് നവീച്ച് നമ്പർ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോ അനിയുടെ നമ്പർ. ഇത് അനിയുടെ നമ്പറാണല്ലോ എന്ന് പറഞ്ഞു. ഒരു നിമിഷം നന്ദു ആകെപ്പാടെ പേടിച്ചു പറിച്ച് നിൽക്കുകയാണ്. കള്ളത്തരം പിടികൂടി എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.